ചുരുങ്ങിയ ചിലവിൽ വളരെ സിമ്പിളായിട്ട് ചോറിന് ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷ് ഉണ്ടാക്കാം. കുഴിവെള്ളം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു 10-12 ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഹാഫ് സ്ലൈസായി കട്ട് ചെയ്ത ഒരു വലിയ സവാള ചേർത്ത് വഴറ്റി കൊടുക്കുക. സവാള മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് ഇതിന് വേണ്ടത്. ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 നീളത്തിലുള്ള പച്ചമുളക് 2ആയി കട്ട് ചെയ്തതും കൂടി ചേർക്കുക. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് മസാലകളെല്ലാം പൊതിയുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം 2 കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. പച്ചക്കായ വേകണ സമയത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കുക. അതിലേക്ക് 2 ചെറിയ വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. ഇനി പച്ചക്കായ നന്നായിട്ട് വെന്തതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക. പുളിക്ക് ആവശ്യമുള്ള വാളംപുളി വെള്ളം ചേർക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഗ്രേവി കട്ടിയാണെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. തേങ്ങ അരപ്പ് ചേർത്ത് മൂടി വെച്ച് 2-3 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പോരാത്ത ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും തുറന്ന് വെച്ച് 2-3 മിനിറ്റും കൂടി തിളപ്പിക്കണം. ഈ സമയത്ത് കടുകും വറ്റൽമുളകും ചെറുള്ളിയും വേപ്പിലയും കൂടി എണ്ണയിൽ മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചക്കാക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.